മംഗളവാർത്താ കാലഘട്ടത്തിൽ നാം ആവർത്തിച്ച് കേൾക്കുന്ന ഒരു വചനമാണ് മനുഷ്യാവതാരം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം തിരുവചനം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഒരുപാട് തവണ വായിച്ചും കേട്ടും ധ്യാനിച്ചും പരിചയമായ വചനം. ഈ വചനം ഒരു ദൈവിക രഹസ്യമാണ് നമ്മോട് പ്രഘോഷിക്കുക. ആ പ്രഘോഷണത്തെയാണ് നമ്മൾ മനുഷ്യാവതാരം, ഇൻകാർണേഷൻ എന്ന് പറയുക. എന്താണ് ഈ മനുഷ്യാവതാരം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുക? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: വചനമാകുന്ന ഏക വ്യക്തിയിൽ ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും തമ്മിൽ നടന്ന അത്ഭുതകരമായ സംയോജനത്തെയാണ് മനുഷ്യാവതാരം എന്ന് പറയുക. അതെ, ദൈവം മനുഷ്യനായി തീർന്ന അത്ഭുതം. മനുഷ്യൻ്റെ പരിപൂർണമായ രക്ഷയ്ക്കു വേണ്ടി മനുഷ്യപുത്രൻ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാവുകയാണ്: എന്തിനു വേണ്ടിയായിരുന്നു ഈ മനുഷ്യാവതാരം? അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി. നമ്മുടെ രക്ഷ, അതാണ് ദൈവത്തിൻ്റെ തിരുമനസ്സ്. ഈ നോമ്പുകാലത്ത് വീണ്ടും നമുക്കൊരു പരിചിന്തനത്തിന് തയ്യാറാവാം. മനുഷ്യാവതാരം ചെയ്ത യേശു എനിക്ക് ആരാണ്? യേശു എന്ന വ്യക്തിയെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് അനുഭവിച്ചറിയുക? ഈ വിചിന്തനത്തിൽ നിന്നും ഉരുത്തിരിയുന്ന ബോധ്യങ്ങളിൽ നിന്നുമാവട്ടെ ഈ വർഷത്തെ നമ്മുടെ ക്രിസ്തുമസിൻ്റെ ആഘോഷങ്ങളും അതിനുള്ള ഒരുക്കങ്ങളും.